ഹായ്, ഞാൻ ഇത്തിരി കൃഷി അറിവുകൾ പറയാമെന്ന് വിചാരിക്കുന്നു. കൃഷി അറിവുകൾ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പം അറിയുമായിരിക്കാം, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കൊഞ്ചുപറ്റ പോക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് കൊഞ്ചുപറ്റ? കൊഞ്ചുപറ്റ പോക്കണമെന്ന് പറയുമ്പോൾ ഏത് വിളയെ സംബന്ധിച്ചാണ്? തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. തെങ്ങിന്റെ കൊഞ്ചുപറ്റ, അതായത് ചുരുണ്ട വേരുകൾ പോക്കണമെന്നാണ് പറയുന്നത്, പഴമക്കാർ പറയുന്നത്. അങ്ങനെ അത് നന്നായിട്ട് ഈ തടം എടുക്കുമ്പോൾ നന്നായിട്ട് അത് മുറിച്ചു മാറ്റിയാൽ മാത്രമേ പുതിയ വേരുകൾ ഉണ്ടാവുകയും പുതിയ വേരുകളാണ് ആഹാരം വലിച്ചെടുക്കുകയും ചെയ്യുന്നത്. അപ്പം തെങ്ങിന്റെ ആരോഗ്യം നന്നായി വരാൻ വേണ്ടിയാണ്. ഇപ്പം തടം എടുക്കുന്ന സമയമാണല്ലോ ഈ സമയം എന്ന് പറയുന്നത്. അപ്പം തടം എടുക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. കൊഞ്ചുപറ്റ പോകണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മൾ ചുവട്ടിൽ നിന്ന് തെങ്ങിന്റെ വേരുകൾ, പഴയ വേരുകൾ മുറിച്ചു മാറ്റി എടുക്കണമെന്നാണ് പഴമക്കാരുടെ ഒരു വിശ്വാസമാണ്. അപ്പം അതിന് ശേഷമാണ്, അപ്പം ഈ സമയമാണ് തെങ്ങിന്റെ തടം എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, പഴയ കേടുവന്നതായിട്ടുള്ള വേരുകൾ മാറ്റിയെടുക്കുന്നതിനെയാണ് കൊഞ്ചുപറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം തെങ്ങിൻ്റെ നടിയിൽ കാലമാണല്ലോ. അപ്പം നടിയിൽ കാലം എന്ന് പറയുമ്പം ഈ നല്ല ആഴം വേണം, തെങ്ങിന് ആഴം വേണം, അല്ലെങ്കിൽ ആനച്ചോട് ഉണ്ടാവുക എന്ന് പറയും. തെങ്ങിനെ സംബന്ധിച്ച് ആനച്ചോട് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ അടിഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള തെങ്ങ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം, വേണ്ടത്ര ആഴത്തിൽ ആ തൈ നടാത്തത് കൊണ്ടാണ് ആനച്ചോട് വിരിയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആനച്ചോട് വിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങ് നല്ല ആഴത്തിൽ തന്നെ നടണം. ഈ തെങ്ങ് പലരും ഇപ്പം നടുന്ന സമയമാണ്, 10 മുതൽ നമ്മൾ ഒരു നടിയിൽ കാലമാണ്. ഇപ്പോഴും നമ്മുടെ വർഷകാലത്ത് തെങ്ങ് നടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1 മീറ്ററെങ്കിലും മിനിമം നമ്മൾ ആഴം കൊടുക്കണം. നല്ല വെട്ടുകൽ പ്രദേശത്താണെങ്കിൽ 1.25 മീറ്ററെങ്കിലും കൊടുക്കണം. മഴപ്രദേശത്ത് ഒരു 3/4 മീറ്റർ മതിയാവും. അങ്ങനെയുള്ള ആഴം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെങ്ങ് ഇന്ന കുഴിയെടുത്താൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പുളി കുറയ്ക്കാനുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമേ അടിവളങ്ങൾ ചേർത്ത് തൈ നടാവൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആനച്ചോട് വിരിയും. അതേപോലെ തന്നെ നമ്മുടെ നടുതലകളുടെ നടിയിൽ കാലം ഏതാണ്ട് കഴിഞ്ഞു. എങ്കിലും ഓർമ്മയിൽ വെക്കാൻ വേണ്ടി കുറച്ച് കാര്യം പറയാം. നമ്മുടെ വിത്തുകൾ എടുക്കുമ്പോൾ, ചേനയും ചേമ്പും കാച്ചിലും ഒക്കെയുള്ള അതിൻ്റെ വിത്തുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ പൂള് വെട്ടുക എന്ന് പറഞ്ഞാൽ ചേന പൂള് വെട്ടുക എന്ന്. ചേന പുഴു കിട്ടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ചേന കിട്ടണമെങ്കിൽ വലിയ പൂളും, ചെറിയ ചേന വേണമെങ്കിൽ ചെറിയ പൂളും എന്നാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചേനയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പം ഒരു 150 ഗ്രാം വലിപ്പമുള്ള പൂള് മതിയാവും. അങ്ങനെയുള്ള പൂളുകൾ വെട്ടിയിട്ട് ഇങ്ങനെ ചേന പൂള് വെട്ടിയതിന് ശേഷം പച്ചച്ചാണകവും ചാരവും കുഴമ്പാക്കി അതിൽ മുക്കി ഈ വിത്തുകൾ 1-2 ദിവസം വെയിലത്ത് വെച്ച് നീര് വറ്റിച്ചിട്ട് വേണം നടേണ്ടത്. അത് നമ്മുടെ ചേമ്പിൻ്റെ കാര്യത്തിലും കാച്ചിലിൻ്റെ കാര്യത്തിലും ബാധകമാണ്. ഇതേപോലെയാണ് നമ്മൾ വിത്തുകൾ തയ്യാറാക്കേണ്ടത്. അപ്പം നടുക എന്ന് പറയുമ്പോൾ നടുന്നതിൻ്റെ ഒരു പഴയ രീതിയാണ്. അപ്പം അങ്ങനെ ഈ ചാണകപ്പാൽ മുക്കി വെയിലത്ത് വെച്ച് ഉണക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ ഈ മുളയ്ക്കാനുള്ള ശേഷി, ഈ നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് മുളയ്ക്കാനുള്ള ശേഷി ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ഇത് വർദ്ധിപ്പിക്കും. അപ്പം അതിനുവേണ്ടി പഴമക്കാർ ചെയ്തിരുന്ന പഴയ ഒരു ആചാരപരമായ കൃഷി രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ ഇനിയിപ്പോൾ ഓണവാഴ നടാൻ പോകുന്ന കാലം വരികയാണ്. നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് അടുത്ത വർഷത്തേക്കുള്ള ഓണവാഴ വെക്കുന്നത്. നേന്ത്രവാഴയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നേന്ത്രവാഴ വിത്ത് എടുക്കുമ്പോൾ ഇടത്തരം വിത്തുകളാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വിത്ത് കഴിയുന്നത് നമ്മളൊരു തോട്ടത്തിൽ പോയി കാണണം. കണ്ടിട്ട് സൂചിക്കന്നെന്ന് പറഞ്ഞ നീളത്തിൽ ഇലയില്ലാത്ത കന്നുകളുണ്ടാവും. കൊലച്ചതിന് ശേഷം ഉണ്ടാവുന്ന വാഴക്കന്നാണ് എടുക്കേണ്ടത്. അതിൽ സൂചിക്കന്നെന്ന് പറയുന്ന സാധനമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കന്നുകൾ, നല്ല ഇടത്തരം വലിപ്പമുള്ള കന്നുകൾ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ തടയൊക്കെ മുറിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ പച്ചച്ചാണകവും ചാരവും കലക്കിയ കുഴമ്പാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ വാഴക്കന്ന് മുക്കി വെക്കണം. മുക്കി വെച്ചിട്ട് ഒരു 4-5 ദിവസം നല്ല വെയിലത്ത് ഉണക്കണം. നമ്മൾ ചേന ചേമ്പെന്ന് പറയുമ്പോൾ 2 ദിവസം ഉണക്കണം എന്ന് പറഞ്ഞു. ഇത് ഒരു 4 ദിവസം, ഒരു 5 ദിവസം തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഉണക്കണം. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം തണലിൽ ഉണക്കണം. ഇങ്ങനെ തണലിലും വെയിലത്തും ഇട്ട് ഉണക്കിയ കന്നുകൾ നടുന്നത് കൊണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ കരിക്കൻ പോലെയുള്ള രോഗങ്ങൾ, മാണരോഗങ്ങൾ, ഈ മാണത്തിലുള്ള ചില കീടങ്ങളുടെ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകും. പഴയ രീതിയാണ്. അപ്പം ഈ രീതിയിൽ വേണം അപ്പം നടുമ്പം നമുക്ക് ഏത് സ്ഥലത്തേക്ക് കൊലച്ചു വരണം എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ ഈ റൈസോമിൽ നിന്ന്, നമ്മൾ ഈ മാതൃവാഴയിൽ നിന്ന് കന്നെടുക്കുമ്പോൾ അതിൻ്റെ മുറിപ്പാടുണ്ടല്ലോ, കന്നിൻ്റെ മുറിപ്പാട്, ആ മുറിപ്പാടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും കൊലയുണ്ടാവുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ചില ആൾക്കാരൊക്കെ പഴയ ഒരു വിചാരമുണ്ട്,
തെക്കോട്ട് കുലയ്ക്കാൻ പാടില്ല എന്ന്. അപ്പം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മുറിവായി വടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ തെക്കോട്ട് കുലയ്ക്കും. അതിന് പകരം നേരെ തിരിച്ച് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ മാറ്റി, അതായത് ഈ കുഴിയിൽ വാഴക്കുഴിയിൽ വെക്കുമ്പോൾ, അപ്പം അതിൻ്റെയും വാഴക്കുഴി എന്ന് പറയുമ്പം നല്ല ഒരു 1/2 മീറ്റർ കുഴി എടുക്കണം. ഒരു വാഴയ്ക്ക് കുഴി എടുക്കുമ്പോൾ 1/2 മീറ്റർ കുഴി എടുക്കണം. ആ കുഴിയിൽ മണ്ണിൻ്റെ അമ്ലത പോകാൻ, പുളി പോകാൻ 1/2 കിലോ എങ്കിലും ഡോളോമേറ്റോ കുമ്മായോ ചേർത്ത് ഇളക്കി ഒരാഴ്ച ഇട്ടതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ കന്ന് റെഡിയാവും. കുഴിയും കന്നും ഒരേ സമയത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മൾ വാഴക്കന്ന് വെയിലത്ത് വെക്കുന്ന സമയം തന്നെ അതേ ദിവസം തന്നെ നമ്മൾ കുഴി എടുക്കുക. ആ കുഴി എടുത്തിട്ട് കുഴിക്കകത്ത് നമ്മൾ മേൽമണ്ണും ഡോളോമേറ്റും മിക്സ് ചെയ്ത് നനച്ചങ്ങനെ ഇടുക. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കന്ന് റെഡിയാവും. കന്ന് റെഡിയാകുമ്പോൾ നമ്മൾ മറ്റടിവളങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് വാഴ നടാം. അപ്പം തീർച്ചയായിട്ടും എങ്ങോട്ട് കുലയ്ക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതേപോലെ നമ്മുടെ കൃഷിയിടത്തിലെ കെണിവിളകൾ കൃഷി ചെയ്യുക. നമ്മുടെ കൃഷിയോടൊപ്പം തന്നെ കെണിവിളകൾ കൃഷി ചെയ്യുക. കെണിവിളകൾ എന്ന് പറയുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പണ്ട് തെങ്ങിൻ തോപ്പത്തിൽ നമ്മൾ ശീമക്കൊന്ന വേലിയിൽ ഇങ്ങനെ 4 വശവും നമ്മൾ വേലിയായിട്ട് വളർത്തിയിരുന്നു. ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ ഈ കൊമ്പൻ ചെല്ലി റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഈ ശീമക്കൊന്നയുടെ ഇല നമ്മൾ ചവറായിട്ട് തെങ്ങിനൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നത് വളരെ വളരെ ഗുണകരമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കൊമ്പൻ ചെല്ലി വന്നിട്ട് നമ്മുടെ ജൈവവസ്തുക്കളിലാണ് മുട്ടയിടുന്നത്. ചാണകക്കുഴിയിലും മറ്റുമാണ് മുട്ടയിടുന്നത്. എവിടെ ജൈവവസ്തുക്കൾ ഉണ്ടെങ്കിലും അവിടെ മുട്ടയിടും. അപ്പോൾ അങ്ങനെ മുട്ടയിടുന്ന നമ്മൾ തെങ്ങിൻ തടത്തിൽ നമ്മൾ ശീമക്കൊന്ന ഇടുകയാണെങ്കിൽ ശീമക്കൊന്ന പിന്നെ അഴുകുന്ന ഒരു ഈ മീഡിയത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഈ കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കൾ വളരാതിരിക്കുന്ന തരത്തിലുള്ള ചില രാസവസ്തുക്കൾ ഇതിൽ നിന്ന് പിന്നെ അഴുകി ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാർ ശീമക്കൊന്ന ഒരു കെണിവിളയായിട്ട് തെങ്ങിൻ തോപ്പിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് കെണിവിളയായിട്ട് നമുക്ക് പിന്നെ ഈ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു സാധനമാണ്. മഴക്കാലമാണ്. ശീമക്കൊന്നയുടെ കമ്പുകൾ കുഴിച്ചു വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് പച്ചിലവളവും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങുകളെ സംരക്ഷിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഈ കപ്പത്തോട്ടത്തിൽ എലിശല്യത്തിനെതിരായിട്ട് കപ്പ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ എലിശല്യത്തിന് വ്യാപകമായിട്ട് ആക്രമണമുള്ള, പ്രത്യേകിച്ച് പന്നിയെലിയുടെ തുരപ്പൻ്റെയൊക്കെ ആക്രമണമുള്ള സ്ഥലത്ത് അതിൻ്റെ ബൗണ്ടറിയിൽ പാൽച്ചേമ്പ് അഥവാ വെട്ടുചേമ്പ് എന്ന് പറയുന്ന ചേമ്പ് നട്ടാൽ നമ്മൾ എലിശല്യം കുറയ്ക്കും. കാരണം ചേമ്പ് എലിക്ക് കപ്പയേക്കാൾ കൂടുതൽ ഇഷ്ടം ചേമ്പിൻ്റെ വിത്തുകളാണ്, കിഴങ്ങുകളാണ്. അപ്പം പാലക്കാട് പ്രദേശങ്ങളിലുള്ള കർഷകർ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കപ്പത്തോട്ടത്തിന് 4 ചുറ്റും ചേമ്പ്, വെട്ടുചേമ്പ്, പാൽച്ചേമ്പ് എന്ന് പറയുന്ന സാധനം കൃഷി ചെയ്യാന്നുള്ളത്. അതൊരു കെണിവിളയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഓണക്കാലം വരാൻ പോവുക, ബന്ദി കൃഷി തുടങ്ങുന്നുണ്ട്. നമ്മുടെ പച്ചക്കറിയുടെയും അതുപോലെ വാഴയുടെ ഇടയ്ക്കും ഒക്കെ ബന്ദി കൃഷി ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. എന്തിന് നമ്മുടെ വീട്ടു പരിസരത്ത് ബന്ദി കൃഷി ചെയ്യുകയാണെങ്കിൽ കൊതുക് ശല്യം കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കെണിവിളകളുണ്ട് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കെണിവിളകൾ. ഈ കെണിവിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു പരിധി വരെ നമുക്ക് കീട നിയന്ത്രണം സാധ്യമാകും. കൃഷ്ണതുളസി മറ്റൊരു കെണിവിളയാണ്. കൃഷ്ണതുളസി എന്ന് പറഞ്ഞാൽ കായീച്ച, പച്ചക്കറിയുടെയൊക്കെ കായീച്ച ആകർഷിക്കുന്നതാണ്. നമ്മുടെ തോട്ടത്തിൽ എവിടെയെങ്കിലും പിന്നെ ഈ കൃഷ്ണതുളസി നട്ടു വളർത്തി കഴിഞ്ഞാൽ കായീച്ചകളെല്ലാം കൃഷ്ണതുളസിയുടെ അടുത്തേക്ക് പോരും, നമ്മുടെ കൃഷി രക്ഷപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബൗണ്ടറിയിലൊക്കെ ആയിട്ട് ചോളം കൃഷിയാണ്. മക്കച്ചോളവും മണിച്ചോളവും ഏത് തരത്തിലുള്ള ചോളവും കൃഷി ചെയ്യുന്നത് നമുക്ക് പച്ചക്കറികളുടെ പലതരം കീടങ്ങളെ നമുക്ക് വികർഷിക്കാൻ, അതിനെ നമുക്ക് പച്ചക്കറിക്ക് ശല്യമില്ലാത്ത രീതിയിലേക്ക് ആക്കാൻ. കാരണം ഈ കീടങ്ങൾ ഈ ചോളത്തിൻ്റെ പൂവൊക്കെ വിരിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറി വിളകളൊക്കെ രക്ഷപ്പെടും. ഇനിയും ഒരുപാട് കെണിവിളകളുണ്ട്. ഇത്തരത്തിലുള്ള കെണിവിളകളും നമ്മുടെ കൃഷിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കീടശല്യത്തെ കുറയ്ക്കാൻ കഴിയും.